KPCC അംഗം കൊയ്യം ജനാർദ്ദനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള നടപടി വന്നിരിക്കുന്നു. പാർട്ടി അച്ചടക്കം ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. തളിപ്പറമ്പിൽ വിമത സ്ഥാനാർത്ഥിയായി ജനാർദ്ദൻ പത്രിക സമർപ്പിച്ചതിനാണ് ഈ നടപടിക്ക് കാരണം. CK വിജയൻ വിവരങ്ങളുമായിട്ടുണ്ട്. CK, ഇത്രയധികം കാത്തിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കെതിരെ ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്ന ആളെ ആദ്യഘട്ടത്തിൽ തന്നെ വേണമെങ്കിൽ പുറത്താക്കായിരുന്നു. പക്ഷേ ചർച്ചകളായിരുന്നു അല്ലേ, അദ്ദേഹത്തെ പത്രിക പിൻവലിപ്പിക്കാൻ പറ്റുമോ, അങ്ങനെ കൂടെ നിർത്താൻ പറ്റുമോ എന്ന് കോൺഗ്രസിന്റെ വിശാല മനസ്സിൽ ആലോചിച്ചാണോ? തീർച്ചയായും അതെ. ഏറ്റവും ഒടുവിൽ ചർച്ചകൾക്കൊക്കെ ശേഷം ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് തീരുമാനമായത്. നേരത്തെ തന്നെ ഇദ്ദേഹം പിൻവലിക്കില്ല എന്ന ഒരു സൂചന KPCC നേതൃത്വത്തിനും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ കാര്യം അഥവാ പിൻവലിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന ചോദ്യം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലോട് ചോദിച്ചിരുന്നു. ഒറ്റ ഉത്തരമായിരുന്നു അദ്ദേഹത്തിൻ്റെത്, പുറത്താക്കും എന്ന്. ആ പുറത്താക്കലാണ് ഇപ്പോൾ നടന്നത്. ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ഏതായാലും കൊയ്യം ജനാർദ്ദനൻ അങ്ങനെ ഒറ്റയ്ക്ക് ഒരു നോമിനേഷൻ കൊടുത്ത് മത്സരിക്കാൻ ഇറങ്ങിയതല്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പിന്നിൽ CPM ഉണ്ട് എന്ന് കുറെ കൂടി സൂചനകൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടിയിൽ നിന്ന് പോകുമ്പോൾ പകരം കോൺഗ്രസിൽ നിന്ന് ഒരു KPCC അംഗം തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരു പ്രതികാരം കൂടി അതിന്റെ മുന്നിലുണ്ട് എന്നാണ് തോന്നുന്നത്. ഏതായാലും ഇന്ന് 12:30 കൊയ്യം ജനാർദ്ദനൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് തോന്നുന്നത്. നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തളിപ്പറമ്പിൽ കുറച്ചെങ്കിലും വോട്ട് ഭിന്നിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് LDF സ്ഥാനാർത്ഥിയുടെ വിജയ സാധ്യത കൂടും എന്നാണ് CPMന്റെ കണക്കുകൂട്ടൽ. ഭരണം കിട്ടുകയാണെങ്കിൽ കൊയ്യം ജനാർദ്ദന് അർഹമായ ഏതെങ്കിലും സ്ഥാനവും നൽകും. ശരി, ഇത്